മൂന്നാറുമായി ചേർന്ന് കിടക്കുന്ന നയമക്കാട് പോതമേട് ഭാഗങ്ങളിൽ രാത്രിയുടെ മറവിൽ വലിയ തോതിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് പ്രതിസന്ധിയാകുന്നു. പാതയോരത്ത് ആളൊഴിഞ്ഞ ഇടം നോക്കിയും വനമേഖല കേന്ദ്രീകരിച്ചുമാണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത്. വിഷയത്തിൽ അധികൃതരുടെ കർശന ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. പ്രാദേശിക ഭരണകൂടങ്ങൾ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നതിനിടെയാണ് മൂന്നാറുമായി ചേർന്ന് കിടക്കുന്ന നയമക്കാട് പോതമേട് ഭാഗങ്ങളിൽ വലിയ തോതിൽ മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥിതിയുള്ളത്. പാതയോരത്ത് ആളൊഴിഞ്ഞ ഇടം നോക്കിയും വനമേഖല കേന്ദ്രീകരിച്ചുമാണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത്. രാത്രിയുടെ മറവിലാണ് ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിച്ചു പോകുന്നത്. ரோட்டு கடை போட்டு என்னோட ஜீவிதத்துக்கு அந்த கடையை போட்டிருக்கேன். நான் டூரிஸ்ட் வர்றதுக்கூடிய இடம்னு சொல்லிட்டு ரொம்ப நீட்டாக வச்சுருப்பேன். நான் மக்கு தனியாக, குப்பி தனியாக, பிளாஸ்டிக் தனியாக வச்சு வாரம் பஞ்சாயத்து வண்டியில் நான் ஏற்றி விட்ருக்கேன். அவ்வளோ நீட்டாக வச்சுருக்கேன் கடையை. இது யாருன்னு தெரியாது எனக்கு. நான் முந்தா நாள் கடை போடல, நேற்று கொண்டு ஒரு 2 டன்னுக்குள்ள വേസ്റ്റ് കൊണ്ട് കടയ്ക്ക് പിന്നാടി തട്ടിയിരിക്കാங்க. പ്ലാസ്റ്റിക് മാലിന്യമടക്കം പാതയോരങ്ങളിൽ നിക്ഷേപിച്ചിട്ടുള്ള സ്ഥിതിയുണ്ട്. വലിയ അളവിലാണ് മാലിന്യം തള്ളിയിട്ടുള്ളത്. ഈ പ്രവണത തുടക്കത്തിലെ നിയന്ത്രിച്ചില്ലെങ്കിൽ മാലിന്യ നിക്ഷേപം തുടരുന്ന സ്ഥിതിയുണ്ടാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. വിഷയത്തിൽ അധികൃതരുടെ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.